കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്രേസ് ടി വിയിൽ കൂടെ എല്ലാ ദിവസവും ദൈവവചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കഴിഞ്ഞ നാളുകളിലുള്ള നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 8 വർഷമായി കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ മിനിസ്ട്രിയിൽ കൂടെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് തരുന്ന അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇന്ന് രാവിലെ വന്ദനം പറയുന്നു. ഗ്രേസ് ടി വിയുടെ സോഷ്യൽ മീഡിയ ആയിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ കൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ രാവിലെ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ബലപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ച്, എന്നെ ശക്തനാക്കുന്ന യേശു എനിക്ക് അതുകൊണ്ട് ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നതിനെ കുറിച്ച് പൗലോസിന്റെ ഭാഷയിൽ ഫിലിപ്പിയ ലേഖനം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ചിന്തിപ്പാനായിട്ട് ഇടയായി. ഈ 10 മിനിറ്റ് വെച്ചുള്ള ഈ ദൈവിക ദൂതിനകത്ത് കർത്താവ് നിങ്ങളോട് വാസ്തവമായി സംസാരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ പ്രാർത്ഥനാ വാക്കുകളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അത് ഞങ്ങളുടെ മിനിസ്ട്രിയെ ഏറ്റവും അധികം ബലപ്പെടുത്തുന്നതാണ്. തീർച്ചയായും നിങ്ങൾ പിന്നെയും ശക്തീകരിക്കപ്പെടട്ടെ, ക്രിസ്തുവിനോട് നിങ്ങൾ അടുത്തിരിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് ആ വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ആത്മാവ് തരുന്ന മറ്റൊരു ചിന്ത ഞാൻ നിങ്ങൾക്ക് കൈമാറാനായിട്ട് ആഗ്രഹിക്കുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറിവാക്യമായി വായിച്ചത്. ഈ ദിവസവും ഇന്ന് രാവിലെയും ഞാൻ ആ വാക്യത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ സാമ്പത്തിക കാര്യങ്ങളിൽ പൗലോസിനെ സഹായിച്ച ഫിലിപ്പിയ സഭയോട് തൻ്റെ നന്ദി പ്രകടനങ്ങൾ പ്രകടിപ്പിക്കുകയും തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിൽ താനിട്ട പ്രതിസന്ധികളും വേദനകളും ഒക്കെ താൻ അയവിറക്കി ചിന്തിക്കുകയും വിശ്വാസ സമൂഹത്തെ പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്ത ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിനെ നോക്കി, നിങ്ങൾ എന്നെ നോക്കുവേൻ, ഞാൻ കടന്നുപോയ പാത നോക്കുവേൻ, എന്നെ ശക്തനാക്കിയ ഒരു ദൈവം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നു, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ കടലിലും കരയിലും കള്ള സഹോദരന്മാരുടെ മുമ്പിലും ജയിലിലും തടവറയിലും ഒക്കെ ഞാൻ കിടക്കേണ്ടി വന്നു. കോലുകൊണ്ടുള്ള അടിയും അർത്ഥനഗ്നനാക്കി അപമാനിച്ച് മുറിവേൽപ്പിച്ച സാഹചര്യം ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നിട്ടും ഇന്നും ഞാൻ ഈ പുസ്തകവുമായി യേശുവിനെ ഉയർത്തുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരമാണ് എന്ന് പൗലോസ് ഈ ഫിലിപ്പിയ സഭക്കാരോട് പറയുന്ന ആ ശ്രേഷ്ഠകരമായ, ഉറപ്പിക്കുന്ന, പ്രത്യാശ വരുത്തുന്ന ആ വാക്കുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യം അവിടെ ഉണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എങ്ങനെ നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും? ഇന്ന് രാവിലെ അതിനാധാരമായിട്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ എവിടെയാണ് ശക്തി പകരേണ്ടത് എന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ശക്തി പകരേണ്ടതിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. എവിടെയാണ് ശക്തി പകരേണ്ടത്, എങ്ങനെയാണ് ശക്തി പകരേണ്ടത്? 2 ക്വസ്റ്റ്യൻസുകൾ ഈ ദൂതിനകത്ത് കിടപ്പുണ്ട്. അതിനുള്ള ദൂത് പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. അപ്പൊ പൗലോസ് പറയുക, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അപ്പോൾ എവിടെയാണ് പൗലോസ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നമ്മൾ ബലപ്പെടേണ്ടത്? അതിന് പ്രവാചകൻ പറയുകയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി. അപ്പൊ ക്ഷീണിച്ചിരിക്കുന്നവർക്കാണ് ശക്തി വേണ്ടത്. ശക്തിയുള്ള ഒരാൾക്ക് പിന്നെ ശക്തിയുടെ ആവശ്യമില്ല. അവൻ്റെ സ്റ്റാമിന ഓക്കെ ആണെങ്കിൽ പിന്നെ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ അനുബന്ധമായ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ അനുബന്ധമായ ആഹാരങ്ങളൊന്നും കഴിക്കേണ്ട കാര്യമില്ല. അത് കഴിച്ചാൽ പിന്നെ ഓവറാകും, പിന്നെ അത് കുറയ്ക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ക്ഷീണിച്ചിരിപ്പുണ്ടെങ്കിൽ, ഞാൻ എവിടെയെങ്കിലും ക്ഷീണിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് എന്തോ വേണം? ശക്തി വേണം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന് വിറ്റാമിൻ സി കുറവായിരുന്നു.
വിറ്റാമിൻ സി കുറവായപ്പോൾ അവരുടെ വീട്ടുകാരെല്ലാം കൂടെ കൂടി മരുന്നെല്ലാം കൂടെ വാങ്ങിച്ചു കൊടുത്തു, വിറ്റാമിൻ സി അങ്ങ് കൂടി. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വേണ്ടതിൽ അധികമായി വിറ്റാമിൻ സി കൂടി കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ കുറേ റിയാക്ഷൻസുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്യുക, ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഓവറായി പോയാൽ അത് പിന്നെ വേറൊരു പ്രതിസന്ധിയാണ്. പക്ഷേ ഇവിടെ ശക്തി ഉള്ളവന് പിന്നെ ശക്തിയുടെ കാര്യം ആവശ്യമില്ല. പക്ഷേ ശക്തി ഇല്ലെങ്കിൽ ശക്തി പകരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ക്ഷീണിച്ചിരിക്കുക. ഇവിടെ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ക്ഷീണം, ബലം, രണ്ട് കാര്യങ്ങൾ. ഇന്ന് രാവിലെ ക്ഷീണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരില്ലേ, പലതിനെ ചൊല്ലി ക്ഷീണിച്ചിരിക്കുക, മനസ്സ് ക്ഷീണിച്ചിരിക്കുക. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഈ സമയത്ത് വിളിച്ചുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പറഞ്ഞാട്ടെ, എന്താ കാര്യം? എനിക്ക് വേണ്ടി ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ അത്യാവശ്യം? എന്തോ എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു, എനിക്ക് മുമ്പോട്ട് പോകണമെന്ന് ഒരു തോന്നലുണ്ടാകുന്നില്ല, ഞാൻ മരിക്കുമെന്നൊരു ചിന്തയുണ്ടാകുന്നു, എനിക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ വൈഫും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ സഹോദരിയെ ഫോണിൽ കൂടെ ബലപ്പെടുത്തി. നേരം വെളുത്തപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങി. കാരണം ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ കർത്താവിലല്ലേ കൊടുത്തത്. അപ്പം നമ്മുടെ ബലഹീനതയിൽ ക്ഷീണം വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? കാത്തിരിക്കണം, ശക്തിപ്പെടണം. ക്രിസ്തു ഈ ക്ഷീണത്തിനകത്തിറങ്ങണം. ഈ ബലമില്ലാത്ത വിഷയത്തിൽ ക്രിസ്തു ഇറങ്ങി വരണം. രണ്ട് സ്ഥാനങ്ങൾ, രണ്ട് കാര്യങ്ങൾ ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഒന്ന്, ശക്തി കുറയുക, മനസ്സിന് ശക്തി കുറയുക. അപ്പോൾ തന്നെ ശരീരത്തിന് മനസ്സിന് ബലമില്ലാതെ വരിക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം അന്നത്തെ ദിവസം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇന്നൊരു സുഖമില്ല, ഇന്ന് എന്തോ ഒരു അസ്വസ്ഥതയാണ്, ഇന്നൊരു ഭയങ്കരമായൊരു എന്തോ ഒരു ദിവസമാണല്ലോ, ഒരു ശക്തി ഒരു ജീവൻ തോന്നുന്നില്ല, ശരീരത്തിന് ബലം തോന്നുന്നില്ല. പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ചില സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ബലം തോന്നുന്നില്ലല്ലോ, ഒരു ജീവൻ തോന്നുന്നില്ല, എന്താ ഇന്നത്തെ ദിവസം എന്തോ ഒരു അസ്വസ്ഥതയാണല്ലോ, ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, അങ്ങനെ ആരെങ്കിലും ഇന്ന് രാവിലെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ബലമില്ലാത്ത, ശക്തിയില്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ഞാൻ ആത്മനിറവിൽ നിന്ന് പറയാം, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ച് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ പൗലോസ് പറഞ്ഞൊക്കെ പറയാൻ കഴിയും, എൻ്റെ ഈ ശക്തിയില്ലായ്മയിലും ഈ ബലമില്ലായ്മയിലും ബലം വർദ്ധിപ്പിച്ചു നൽകാനും ക്ഷീണിച്ചിരിക്കുമ്പോൾ ശക്തി എൻ്റെ മേൽ പകരാനും എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. അതെ പ്രിയരെ, യേശു എനിക്കുള്ളത് കൊണ്ട് ഞാൻ സകല വിഷയത്തിലും എന്നെ ഏതൊക്കെ മേഖലയിലിട്ട്, ഏതൊക്കെ സാഹചര്യത്തിൽ, ഏതൊക്കെ അവസ്ഥയിൽ എന്നെ സീറോ ആക്കി കളയാൻ, എന്നെ ക്ഷീണിപ്പിക്കാൻ നോക്കിയാലും ഞാൻ ക്ഷീണിക്കില്ല, ഞാൻ തളരില്ല. ചിലപ്പോൾ എൻ്റെ മനസ്സൊന്ന് ചഞ്ചലിക്കാം, പക്ഷെ ഞാൻ ഉറച്ചു നിൽക്കും. എന്താ കാര്യം? ഞാൻ ക്ഷീണിക്കുമ്പോൾ ശക്തി തരുന്ന, എൻ്റെ ബലം ക്ഷയിക്കുമ്പോൾ അതിനെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരുവൻ എനിക്കുണ്ട്. പൗലോസ് പറയുകയാണ്, അവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്നെ കേൾക്കുന്ന ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ മാതാപിതാക്കളെ, എൻ്റെ കൂടപ്പിറപ്പെ, സഹോദര സഹോദരി, കുഞ്ഞെ, ഞാൻ ആത്മനിറവിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് ഞാൻ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ പേര് പറഞ്ഞു, നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു, ഞാൻ ദൂത് പറയുന്നില്ലായിരിക്കാം എന്നതുകൊണ്ട് ഇത് നിങ്ങളുടെ ദൂതല്ല എന്ന് ചിന്തിക്കരുത്. ഈ സന്ദേശം ശ്രദ്ധയോടെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവി പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഇത് ടി വിയിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മൊബൈൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഐപാഡ് വഴി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടാബ്ലറ്റ് വഴിയായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി ഞാൻ ദൂത് പറയാം. ഏത് മാധ്യമങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കേൾക്കുന്ന വിഷയമല്ല, പക്ഷേ ഒരു ദൂത് നീ കേൾക്കുക. ഈ ദൂത് ഇങ്ങനെയാണ്: ഇനി നീ ക്ഷീണിച്ചു പോകില്ല, ഇനിയും നിന്റെ ബലം ക്ഷയിക്കുകയില്ല, ഇനിയും നീ പഴയതുപോലെ അസ്വസ്ഥതയാകുകയില്ല, അസ്വസ്ഥനാകത്തില്ല, അസ്വസ്ഥമായ ഒരു ജീവിതം നീ കടക്കുകയില്ല.
കാരണം എന്തറിയാമോ? ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വമുണ്ടല്ലോ, അതാരാണ്? നസ്രയനായ യേശു, ബലം പകരുന്ന യേശു, ശക്തീകരിക്കുന്ന യേശു. പത്രോസിനോട് ചോദിച്ചില്ലേ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ക്ഷീണിച്ചിരിക്കുന്ന മനസ്സിനോട് ചോദിച്ച് ആ മനസ്സുകൊണ്ട് ക്ഷീണത്തോടെ പറയുക, അതെ, ഉവ്വ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനസ്സ് ക്ലിയർ അല്ല എന്ന് കണ്ട് യേശു വിട്ടുകൊടുക്കാതെ ആവർത്തിച്ച് പത്രോസിനോട് ചോദിച്ച് അവൻ്റെ ഉള്ളിലിരുന്ന സ്നേഹത്തെ എടുത്ത് പുറത്തിട്ടില്ലേ? അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ പറയാം പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൂത് നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് ഞാൻ പറയാം. നിങ്ങൾ ഈ 2026 തികയുന്നതിന് മുമ്പ് നിങ്ങൾ എവിടെ നിങ്ങൾ ക്ഷീണിച്ചോ അവിടെ നിങ്ങൾ ശക്തിപ്പെടും. എവിടെ നിങ്ങളുടെ ബലം ക്ഷയിച്ചോ അവിടെ നിങ്ങളുടെ ബലം വർദ്ധിക്കും. നിങ്ങൾ എഴുതിയിട്ടോ, ഇതൊരു ദൈവിക ദൂത. ചെന്ന് കയറിയ വീട്ടിൽ നീ ബലപ്പെടും, ചെന്ന് കയറിയ രാജ്യത്ത് നീ ബലപ്പെടും, ചെന്ന് കയറിയ ആ കമ്പനിയിൽ, ആ ഓഫീസിൽ നീ ബലപ്പെടും. ഇന്ന് നിന്നെ പരാജയപ്പെടുത്താൻ, നിന്റെ ബലം ക്ഷയിപ്പിക്കാൻ, നിന്നെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഇവിടെ ഇതാ യെശയ്യാവ് പറഞ്ഞതുപോലെ അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലം പകരുന്നു, ബലം വർദ്ധിപ്പിക്കുന്നു. അതെ പ്രിയരെ, നിങ്ങളെ ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കും, ഇങ്ങനെ നിങ്ങളെ മാനിക്കും, ഇങ്ങനെ നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും, നിങ്ങളുടെ കൈക്ക് കർത്താവ് പിടിക്കും. നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. പത്രോസിനെ ആ കാരാഗൃഹത്തിൽ ഉറക്കിക്കിടത്തിയിട്ട് ആമേൻ രാത്രിയുടെ ഏകാന്തതകളിൽ ദൂതനെ ഇറക്കി തട്ടി വിളിച്ച് അവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ പൗലോസിനെ, ശീലാസിനെ ബന്ധിച്ചിട്ടെങ്കിലും ആ കുറ്റവാളികളുടെ മുമ്പിൽ, തടവുകാരുടെ മുമ്പിൽ പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അടിസ്ഥാനം കുലുങ്ങി, ചങ്ങല പൊട്ടി, ആമം തകർന്ന് ഭക്തന്മാരെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങൾ പുറത്തു വരും. നിങ്ങൾ ഇനി തളരത്തില്ല, ഇനി നിങ്ങൾ തളരത്തില്ല. ഞാൻ ആവർത്തിച്ച പദം പറയുക, നിങ്ങൾ തളരത്തില്ല, നിങ്ങൾ ക്ഷീണിക്കത്തില്ല, നിങ്ങൾ മുടിയത്തില്ല, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങൾ നന്മ പ്രാപിക്കും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. നിങ്ങളെ നിന്ദിച്ചവരുടെ, നിങ്ങളെ പരിഹസിച്ചവരുടെ മുമ്പിൽ നിങ്ങളെ ആദരിക്കും. ഇപ്പോഴും എല്ലാ സാഹചര്യത്തിലും ഇപ്പോഴും എന്നും നിങ്ങൾ ജയാളികളായിരിക്കും. വിശ്വാസത്തോടെ നിങ്ങൾ ഇരിക്കുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ഈ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ശക്തി പകരുമെന്നും, ഞങ്ങളുടെ ബലം ക്ഷയിക്കുമ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തും, അത് വർദ്ധിപ്പിച്ചു തരുമെന്നും ഞങ്ങളോട് പറഞ്ഞ ദൂതിനായി സ്തോത്രം. കർത്താവെ, ഈ മക്കളെ ഈ വചനം വെച്ച് ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇത് നിലനിൽക്കട്ടെ. ഇവരുടെ ജീവൻ പോകുന്ന സമയം വരെ, കർത്താവിൻ്റെ വരവ് വരെ ഈ ദൂത് ഇവരുടെ മേൽ കിടക്കട്ടെ, ഇവരുടെ മക്കളുടെ മേൽ കിടക്കട്ടെ, ഇവരുടെ കുടുംബത്തിൽ കിടക്കട്ടെ, ഇവരുടെ ആരോഗ്യത്തിൽ കിടക്കട്ടെ, ഇവരുടെ എല്ലാ നന്മയിലും ഈ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. ക്ഷീണിക്കല്ലേ അപ്പാ, തകർന്നു പോകല്ലേ അപ്പാ, ഇവരെ മാനിക്കണമേ അപ്പാ, നന്മ കൊണ്ട് ദൈവം നിറയ്ക്കണമേ അപ്പാ. കർത്താവിനെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.